ചെയ്യുന്നത് കുഴക്കട്ടയാണ്. ഇപ്പോൾ മറ്റന്നാൾ ഓശാന ഞായറാഴ്ചയാണ്. അപ്പോൾ ഓശാന ഞായറാഴ്ചയുടെ തലേ ദിവസം ശനിയാഴ്ച മിക്ക ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലും കുഴക്കട്ട ഉണ്ടാക്കാറുണ്ട്. അതായത് കുഴക്കട്ട ശനിയാഴ്ച എന്നാണ് ഓശാന ഞായറാഴ്ചത്തെ തലേ ദിവസം പറയുന്നത്. അപ്പം കൊഴുക്കട്ട പെരുന്നാളെന്നും പറയാറുണ്ട് ആ ദിവസത്തെ. അപ്പോൾ മിക്ക ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലെല്ലാവരും ഈ ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്നേ ഉണ്ടാക്കിയിട്ട് നാളത്തേക്ക് ഇന്നേ ഉണ്ടാക്കി നിങ്ങൾക്കും കൂടെ വീഡിയോ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 കപ്പ് അരിമാവാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിമാവ് വേണം നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ മാവാണ് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നല്ല അപ്പത്തിനൊക്കെ നല്ല ഫൈനായിട്ട് പൊടിക്കുന്ന അരിമാവ്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഇടിയപ്പമൊക്കെ കുഴച്ച് വയ്ക്കുന്നത് പോലെ തന്നെ നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുഴച്ച് വെക്കണം ആദ്യം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട ശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ഇപ്പോൾ വെള്ളത്തിന് പ്രത്യേക അളവൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഈ മാവെല്ലാം നല്ല മിക്സ് ചെയ്ത് എടുക്കത്തക്ക അത്രയും വെള്ളം തന്നെ വേണം. അപ്പം നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതേപോലെ തന്നെ മാവ് കുഴച്ച് വെക്കണം. അപ്പോൾ നല്ല ചൂട് വെള്ളമായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കൈ അതിലേക്ക് ഇട്ട് കുഴയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് ആ ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ എല്ലാ മാവും ആ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ഒരുപാട് കൂടിപ്പോയാൽ മാവ് ലൂസായി പോവും. എല്ലാ മാവും ആ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് ശേഷം അപ്പോഴേക്കും ഇത് കുറച്ച് ചൂട് മാറിയിരിക്കും. പിന്നെ നമുക്ക് കൈകൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം ചൂടുവെള്ളം ഒഴിച്ച ഉടനെ കൈയങ്ങ് അതിനകത്തേക്ക് ഇടരുത്, കാരണം കൈ പൊള്ളിപ്പോവും. അപ്പോൾ മാവെല്ലാം ഞാനിപ്പം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് കുറച്ച് തണുക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ആ സമയം നമുക്ക് കുറച്ച് ഫില്ലിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര അതിലേക്കിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതുപോലെ ഉള്ള കഷ്ണങ്ങൾ ഒരു 4 കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് മധുരമൊക്കെ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ശർക്കര എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ശർക്കര അഴുക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഇതുപോലെ കട്ടിയായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ അലിച്ച ശേഷം അരിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പം ഞാൻ ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അങ്ങ് അലിച്ചെടുക്കാൻ പോവുകയാണ്. ആ ശർക്കര ഒന്ന് അലിയാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം നമ്മൾ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ഇനി ഒന്ന് അലിയിച്ചെടുക്കണം. ഇപ്പോൾ ശർക്കര പാനി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര എല്ലാം അലിഞ്ഞ് ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്ക് ഒരു 4 ഏലക്ക ഞാനിതിലേക്ക് ചതച്ച 4 ഏലക്ക ഇട്ട് കൊടുക്കുവാണ്. ഇതിനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത്, കാരണം ഇപ്പോൾ കുറുകി പോവും. ശർക്കര അങ്ങ് ഒരുപാട് കുറുകി വരും. അങ്ങനെയല്ല, ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഇപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഫില്ലിംഗ് ഈ രീതിയിലും അല്ലാതെ ഉണ്ടാക്കുന്നവരുണ്ട്. തേങ്ങ വെറുതെ ഇതുപോലെ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ശർക്കര ചെറുതായിട്ട് പൊടിച്ചിട്ട ശേഷം ഏലക്കയും ഇട്ട് മിക്സ് ചെയ്തും ഫില്ലിങ് ഉണ്ടാക്കാം. ഇപ്പോൾ അതിനേക്കാൾ ഇതുപോലെ ഞാൻ 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലാകുമ്പോൾ തേങ്ങയിലെല്ലാം നന്നായിട്ട് ആ ശർക്കര പാനിയൊക്കെ പിടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ തേങ്ങയെല്ലാം ഈ ശർക്കര പാനിയുമായിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് ഡ്രൈ ആയി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ വെള്ളം എല്ലാം വറ്റി ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആക്കി തന്നെ എടുക്കണം. ഇപ്പോൾ ആ ശർക്കര എല്ലാം ആ തേങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊഴുക്കട്ടയിൽ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ലീക്ക് ചെയ്ത് പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല ഡ്രൈ ആയി തന്നെ ഫില്ലിംഗ് എടുക്കണം. ഇനി നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്ത ശേഷം കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം ഫില്ലിംഗ് എടുക്കാനായിട്ട്. അപ്പോൾ ആ വെള്ളം എല്ലാം വറ്റിക്കഴിഞ്ഞ് ഇതുപോലെ ഡ്രൈ ആകുമ്പോൾ നല്ലൊരു കളർ ആ തേങ്ങയ്ക്ക് കിട്ടും. ഇനി നമുക്ക് കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമുക്ക് ഇനി ചൂട് പോകുന്ന സമയത്ത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മാവ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഒരുപാട് ചൂട് പോകാനായിട്ട് നിൽക്കരുത് മാവ്, കുറച്ചൊന്ന് ചൂട് പോയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ആ മാവ് കുഴച്ചെടുക്കാം. മാവ് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊന്ന് നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാം നന്നായിട്ട് യോജിപ്പിക്കണം. ഇപ്പോൾ ഒരുപാട് മാവുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുറേശ്ശെ കുറേശ്ശെ നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് ചൂട് അങ്ങ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെറിയ ചൂടിൽ തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം എല്ലാം. അപ്പം ഞാനിതുപോലെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുവാണ്. അവസാനം എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്യും. ഇപ്പം ഞാൻ മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ ഇതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം നമുക്കിതിൽ നിന്ന് എത്ര വലുപ്പത്തിനാണ് കൊഴുക്കട്ട വേണ്ടതെന്ന് വെച്ചാൽ ആ വലുപ്പത്തിന് മാവ് ഇതുപോലെ എടുക്കാം. ഇപ്പം ചെറിയ കൊഴുക്കട്ട മതിയെന്നുള്ളവർ കുറച്ച് മാവ് എടുത്താൽ മതി. ഇപ്പം ഞാനൊരു ഇടത്തരം വലുപ്പത്തിനാണ് എടുക്കുന്നത്. ഇനി ഈ കൈ ഒന്ന് നമുക്ക് നനച്ച ശേഷം ആ കൈയിലേക്ക് ഈ മാവ് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് നനച്ചാൽ മതി. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ആ മാവൊന്ന് പരത്തിയ ശേഷം ഉണ്ടാക്കി വെച്ചിരുന്ന ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് ഇതുപോലെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് അടയ്ക്കണം. അടച്ച ശേഷം നമുക്കിതുപോലെ ബോൾസ് ആക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഇതുപോലെ ബോൾസാക്കി എടുക്കാൻ. നമ്മൾ ഹാർഡായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഈ മാവ് കുഴച്ചത് കൊണ്ട് അത് നന്നായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ തിളച്ച വെള്ളത്തിൽ മാവ് കുഴയ്ക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പൊട്ടിപ്പോവില്ല. ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ബോൾസാക്കി എടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഞാൻ ഒരെണ്ണം കൂടെ ഇതുപോലെ കാണിക്കാം. കുറച്ച് മാവ് ഇങ്ങനെ എടുത്ത ശേഷം നമുക്കിത് ഈ കയ്യിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇതിങ്ങനെ പരത്തുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ മധ്യഭാഗം ഒന്നും പൊട്ടിപ്പോവരുത്. ചെറുതായിട്ട് വേണം പരത്തി കൊടുക്കാൻ. ഇനി നമുക്കിതിനകത്തേക്ക് ഫില്ലിങ് വയ്ക്കാം. ശേഷം നമുക്കിതിങ്ങനെ ഇതുപോലെ നമ്മളെല്ലാം ചേർത്ത് അടച്ച ശേഷം പിന്നെ നമുക്കതങ്ങ് ബോളാക്കാം. പിന്നെ അത് വെളിയിലേക്ക് വരില്ല. നമുക്കത് ബോളാക്കി ഇതുപോലെ തന്നെ എടുക്കാം.
അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അത് ചെയ്ത് ശരിയാവും. 1-2 ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം എടുത്ത ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കൊഴുക്കട്ടയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 10 കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിപ്പം നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഇത് സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അപ്പം നമുക്കിതുപോലെ സ്റ്റീം ചെയ്യാനുള്ള പാത്രം ഇല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലി കുട്ടുവത്തിൽ വെച്ചാലും മതി. ഇഡ്ഡലി കുട്ടുവത്തിൽ വെച്ച് ഇതുപോലെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കൊഴുക്കട്ടയെല്ലാം ഞാൻ അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ആവിയിൽ ഇത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് ആകുമ്പോഴേക്കും അത് റെഡിയാവും. അപ്പം നമുക്ക് കറക്റ്റ് സമയം ഞാൻ പറയാം അവസാനം. അപ്പോൾ കൊഴുക്കട്ട ഞാൻ വേകാനായിട്ട് വെച്ചിട്ട് 15 മിനിറ്റായി. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പം ഞാൻ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചാണ് കൊഴുക്കട്ട വേവിച്ചത്. 10 മിനിറ്റ് മതിയാവും നന്നായിട്ട് വേകാനായിട്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊഴുക്കട്ടയെല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ചൂടാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഫില്ലിംഗ് ഒക്കെ നന്നായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.